പ്രണയതീരം. രചന സംഭാഷണം രുദ്രപ്രിയ. ഡെറിയുടെയും ഫ്രെഡിയുടെയും മരണവാർത്തയാണ് അടുത്ത പ്രഭാതത്തെ വരവേറ്റത്. വെള്ളച്ചാട്ടത്തിന് 1/2 കിലോമീറ്റർ അകലെ പുഴയിൽ നിന്നും ജീർണിച്ചു തുടങ്ങിയ യുവാക്കളുടെ മൃതദേഹം ലഭിച്ചു. പ്രാഥമിക പരിശോധനയിൽ അത് മയക്കുമരുന്ന് കേസിലെ ജയിൽ ചാടിയ പ്രതികളുടെയാണെന്ന് തിരിച്ചറിഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ കേസ് കാര്യമായ രീതിയിൽ വന്നില്ല. ടിവിയിൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട സിദ്ധുവിൻ്റെയും രുദ്രൻ്റെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഡ്രൈവറെയും ക്ലീനറെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അവർക്ക് ഫ്രെഡിയും ഡെറിയുമായി മാത്രമേ ബന്ധമുള്ളൂ എന്ന് മനസ്സിലായി. രുദ്രനും സിദ്ധുവും ചേർന്ന് രണ്ടിനെയും നല്ലതുപോലെ കൈകാര്യം ചെയ്തു. തെളിയാത്തതും മായാത്തതുമായ കൊലപാതക ശ്രമം ഉൾപ്പെടെ എല്ലാം അവരുടെ തലയിൽ വെച്ച് കെട്ടി വണ്ടി ഡ്രൈവർമാരെ അകത്താക്കി. മഹിയെ ഹോസ്പിറ്റൽ ICUവിലേക്ക് മാറ്റി. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളം കഴിഞ്ഞു. മാലുവാണ് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നത്. ഗോപുവിനെയും ദേവയെയും ഒക്കെ നിർബന്ധിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടു. യബിനെ തേടി വീണ്ടും ആ കോളെത്തി. ഹലോ യബിൻ, നിങ്ങളെന്തിനാ വീണ്ടും എന്നെ വിളിക്കുന്നേ? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നാട്ടിലെത്തിയില്ലേ? ഇനി എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത്. അതെങ്ങനെ ശരിയാകും യബിൻ? നാട്ടിലെത്തിയതല്ലേ ഉള്ളൂ. ഇനിയാണ് യബിൻ്റെ സഹായം എനിക്ക് ആവശ്യം. എൻ്റെ പ്ലാനുകൾ എവിടെ കുറച്ച് പാളിപ്പോയി. അല്ലെങ്കിൽ ഇന്ത്യവരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓണർ മഹേന്ദ്രവർമ്മ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. അവൻ്റെ പതനം ആ കുടുംബത്തിൻ്റെ അസ്ഥിവാരം ഞാൻ ഇളക്കും. ഇനി യബിൻ്റെ സേവന ആവശ്യം മഹേന്ദ്രൻ്റെ കമ്പനിയിലാണ്. ആ കമ്പനി ഞാൻ കുളം തോണ്ടും. കമ്പനിയിൽ ഒരു ജോലി ആവശ്യപ്പെടണം. ബാക്കി ഞാൻ വഴിയേ പറയാം. രുദ്രൻ്റെ വീട്ടിൽ നിങ്ങൾ സേഫാണ്. അതുകൊണ്ട് ഇനി എനിക്കെതിരെ തിരിയാമെന്ന ധാരണ വേണ്ട നിങ്ങൾക്ക്. ചുറ്റും എൻ്റെ ആൾക്കാരുണ്ട്, അത് മറക്കരുത്. മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ യബിൻ്റെ ഫോൺ കട്ടായി. യബിൻ റെക്കോർഡ് ചെയ്ത ഫോൺ സന്ദേശം നേരെ രുദ്രൻ്റെ ഫോണിലേക്ക് അയച്ചു. രുദ്രനും സിദ്ധുവും ഒന്നിച്ചാണ് ആ ഫോൺ സന്ദേശം കേട്ടത്. രുദ്രൻ്റെ കണ്ണുകളിൽ കോപം ആളിക്കത്തി. സിദ്ധു, നിനക്കത് കേട്ടിട്ട് എന്തു തോന്നുന്നു? രുദ്ര, ഇയാൾ മയക്കുമരുന്ന് മാഫിയയിലെ വെറുമൊരു കണ്ണി മാത്രമല്ല. അതിനപ്പുറം അയാൾക്ക് എന്തോ ഒരു പകയുണ്ട്. നമ്മൾ അറിയാത്ത മറ്റെന്തൊക്കെയോ ഇതിനുള്ളിലുണ്ട്. അയാളുടെ ആ മുഖം മൂടി വേണം നമ്മൾ ആദ്യം വലിച്ചു കീറാനുള്ളത്. അത് ഈ രുദ്രൻ പുറത്തു കൊണ്ടുവരും. എൻ്റെ അച്ഛനെ അവൻ. ഇന്നാണോ മഹി ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നത്? ഏകദേശം 3 ആഴ്ചത്തെ ആശുപത്രിവാസം. മുറിവുകളൊക്കെ ഏകദേശം ഉണങ്ങി. അച്ഛൻ തിരിച്ചെത്തുമ്പോൾ വീടിനൊരു പുതിയ ഉണർവ് തന്നെ വന്നു. മഹിയെ ബെഡിൽ കൊണ്ട് കിടത്തി. പക്ഷേ പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് ചാരിയിരിക്കണമെന്ന് രുദ്രനോട് പറഞ്ഞു. മഹി രുദ്രൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഒരച്ഛൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നിന്നെപ്പോലെ ഒരു മകൻ. അച്ഛൻ ഇന്ന് ഒരുപാട് സന്തോഷമാ മോനെ. നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിച്ചാലോ? മാലു അത് കേട്ടുകൊണ്ടാണ് റൂമിലേക്ക് വന്നത്. മഹേട്ടാ വേണ്ട. മോനുമായി സ്വകാര്യം പറയുന്നത് കണ്ടപ്പോൾ തോന്നി ഇതാവുമെന്ന്. വേണ്ടച്ച, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് വിശദമായി ആഘോഷിക്കാം. അച്ഛന് കുറച്ച് ദിവസം അമ്മയുടെ ഗുണപാഠ ക്ലാസ്സിൽ പങ്കെടുക്ക്. രുദ്രൻ അതും പറഞ്ഞ് മുറി വിട്ടിറങ്ങി. അന്ന് എല്ലാവരും ഏറെ നാളുകൾക്ക് ശേഷം ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. സിദ്ധുവും എവനും രുദ്രനും കൂടി ഗാർഡനിലെ സ്റ്റോൺ ബെഞ്ചിലിരുന്നു. ആ വോയിസ് റെക്കോർഡിനെ കുറിച്ചായിരുന്നു സംസാരം. എബി, എന്നതയച്ചായ? ഇനി അവൻ വിളിക്കുമ്പോൾ അവൻ പറയുന്നതെല്ലാം നീ അക്ഷരം പ്രതി അനുസരിക്കുന്നു എന്ന രീതിയിൽ വേണം അവനോട് സംസാരിക്കാൻ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് കമ്പനിയിൽ ജോലി ശരിയാക്കാൻ. നാളെ തന്നെ നീ ജോയിൻ ചെയ്യണം. മറിയയ്ക്കും കൂടി ഒരു ജോലി റെഡിയാക്കണം കമ്പനിയിൽ. പക്ഷേ അതിപ്പോൾ വേണ്ട. നിനക്ക് അക്കൗണ്ട്സിലാണ് ജോലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ തൽക്കാലം മാനേജറെ അസിസ്റ്റ് ചെയ്യും. ഞാൻ ഇറങ്ങട്ടെ രുദ്ര, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. സിദ്ധു യാത്ര പറഞ്ഞിറങ്ങി. മാലുവും ദേവയും കൂടി അടുക്കളയൊക്കെ ഒതുക്കി. ദേവ ഫ്രഷ് ആവാനായി മുറിയിലേക്ക് പോയി. രുദ്രൻ മുറിയിൽ വരുമ്പോൾ ദേവ ബാത്റൂമിലായിരുന്നു. രുദ്രൻ ബാൽക്കണിയിലെ സോപാനത്തിൽ ചെന്നിരുന്നു. അച്ഛൻ ആക്സിഡൻ്റ് ആയതിനു ശേഷം ആകെപ്പാടെ കലങ്ങിയ മനസ്സായിരുന്നു. പല ദിവസങ്ങളിലും ദേവയോട് നേരെ ചൊവ്വയൊന്ന് സംസാരിക്കാൻ പോലും ഉള്ള അവസരം കിട്ടിയിരുന്നില്ല. പാവം പെണ്ണ് ഒന്നിനും ഒരു പരാതിയും പറഞ്ഞില്ല ഇതുവരെ. ദേവ ഫ്രഷായി കയ്യിൽ കിട്ടിയ ഒരു ദാവണി എടുത്ത് ചുറ്റി മുടി അഴിച്ച് നന്നായി ഉണക്കി. ബാൽക്കണിയിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ദേവ അങ്ങോട്ടേക്ക് പോയി. ദേവേട്ട എന്താ ഇവിടെ വന്നിരിക്കുന്നേ? രുദ്രൻ തിരിഞ്ഞു നോക്കി. ദേവയെ മടിയിൽ പിടിച്ചിരുത്തി. നിനക്കെന്നോട് പിണക്കമൊന്നും തോന്നുന്നില്ലേ പ്രിയായി? എന്തിനാ ദേവേട്ട ഇത്രയും ദിവസം തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് നിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവസരം എനിക്ക് കിട്ടിയില്ല. അതിന് ദേവേട്ട എന്നെപ്പറ്റി അങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത്? ദേവയുടെ കണ്ണുകൾ നിറഞ്ഞു. കരയാൻ വേണ്ടി പറഞ്ഞതല്ല പ്രിയ. എനിക്കറിയാമല്ലോ ദേവേട്ടൻ്റെ തിരക്കുകൾ. എന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പെണ്ണിനോട്. രുദ്രൻ ദേവയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് പോയി.
പതിയെ ബെഡിലേക്ക് കിടത്തി. അവളുടെ ചാമ്പയ്ക്കാതിരങ്ങൾ രുദ്രൻ സ്വന്തമാക്കി. പുറത്ത് അവരുടെ പ്രണയത്തിന് മാറ്റുകൂട്ടാൻ എന്ന വണ്ണം മഴ പെയ്യുമ്പോൾ രുദ്രൻ തൻ്റെ പാതിയിലേക്ക് പ്രണയം പകർത്തു നൽകുകയായിരുന്നു. ഗോപുവിനും ദേവയ്ക്കും കോളേജിൽ ക്ലാസ് തുടങ്ങി. പഴയതുപോലെ ശരത് സാർ ഇപ്പോൾ ദേവയെ ശ്രദ്ധിക്കാൻ നിൽക്കില്ല. പക്ഷേ സാറിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദം തളം കെട്ടി നിന്നു. ഫ്രെഡിയുടെയും ഡെറിയുടെയും മരണം ക്യാമ്പസിൽ വലിയ ബഹളങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. ഭൂരിഭാഗം കുട്ടികൾക്കും ശല്യമൊഴിഞ്ഞ ഒരു പ്രതീതിയായിരുന്നു. എന്നാൽ രണ്ടുപേരുടെ അനുയായികൾക്ക് പൈസ ചെലവില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന ലഹരിയും മറ്റും കിട്ടാത്തതിന് വേദനയായിരുന്നു. എബിൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. വേഗത്തിൽ തന്നെ പണികൾ ഓരോന്നായി പഠിച്ചു. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന എബിനെ എല്ലാ സ്റ്റാഫിനും ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ ഫയലുകൾ മഹിയെ കാണിക്കാനായി വീട്ടിലേക്ക് കൊണ്ടുവരും. മഹിക്കും എബിയുടെ ആത്മാർത്ഥതയും കൃത്യനിഷ്ഠതയും ഒരുപാട് ഇഷ്ടമായി. ദേവയും ഗോപുവും പതിപോലെ കോളേജിൽ നിന്ന് വരുമ്പോൾ അവിടെ സിദ്ധു ഉണ്ടായിരുന്നു. ദേവ സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചു. സിദ്ധുവേട്ടൻ എപ്പോൾ വന്നു? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളടി. ഏട്ടാ ഇരിക്ക്, ഞാൻ ഫ്രഷായി വരാം. ഗോപു സിദ്ധുവിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ മുകളിലേക്ക് പോയി. ഗോപു ഫ്രഷായി പുറത്തേക്ക് വരുമ്പോഴുണ്ട് സിദ്ധു മുറിയിലിരിക്കുന്നു. ഗോപു സിദ്ധുവിനെ കണ്ട ഭാവം കട്ടിയില്ല. മുടി വിടർത്തിയിട്ടു. നെറ്റിയിൽ ഒരു പൊട്ടും കുത്തി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. സിദ്ധു ഗോപുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഗോപു നേരെ സിദ്ധുവിൻ്റെ നെഞ്ചിൽ തട്ടി. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? മുഖത്ത് 2 ഉണ്ട കണ്ണുണ്ടല്ലോ. ഞാനിവിടെ ഇരിക്കുന്നത് കാണാത്തതുപോലെയാണല്ലോ മോളുടെ പോക്ക്. സിദ്ധു ഗോപുവിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. ആ കൈ വേദനിക്കുന്നു സിദ്ധുവേട്ടാ. വേദനിക്കട്ടെ, നിനക്ക് ഇത്തിരി നകളിപ്പ് കൂടുതലാണ്. ഞാൻ വന്നിട്ട് നീ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അതിനാണ് ഈ ശിക്ഷ. ഇത്രയും ദിവസം ഇയാൾക്ക് ഞാൻ ഒരാൾ ഇവിടെ ഉണ്ടെന്ന ഭാവമില്ലായിരുന്നല്ലോ. അത് പറയുമ്പോൾ ഗോപുവിൻ്റെ തൊണ്ടയിടറി. സിദ്ധു വേഗം അവളുടെ കയ്യിലെ പിടിവിട്ടു. വിഷമമായോ ഗോപു? സോറിഡി, നിനക്കറിയില്ലേ ഇവിടെ അങ്കിളിൻ്റെ അവസ്ഥയും കേസിൻ്റെ തിരക്കും ഒക്കെയായി ഞാൻ ആകെ നെട്ടോട്ടത്തിലായിരുന്നു. സോറി, റിയലി സോറി മോളെ. സിദ്ധുദേവിൻ്റെ മുഖം പിടിച്ചുയർത്തി പെയ്യാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളിൽ പതിയെ ചുംബിച്ചു. അവളുടെ പനിനീറതരങ്ങളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് ചുംബിക്കാൻ തുടങ്ങി. അയ്യോ, ഞാനൊന്നും കണ്ടില്ലേ? ഒച്ചക്കേടെ തിരിഞ്ഞു നോക്കിയ സിദ്ധുവും ഗോപുവും കാണുന്നത് 2 കൈകൊണ്ടും കണ്ണ് മറച്ച് നിൽക്കുന്ന മറിയാമ്മയാണ്. ഈ കുരുപ്പിനെ ഇന്ന് ഞാൻ. സിദ്ധു അതും പറഞ്ഞ് മറിയാമ്മയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. നിന്നോടിപ്പോൾ ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാനിപ്പോൾ വന്നതായി കുറ്റല്ലേ? അയ്യോ ചായ, ചെവി വേദനിക്കുന്നു, വീട്. ഞാൻ ഇവളെ കാണാൻ അന്വേഷിച്ച് വന്നതാ. പിന്നെ ഇവൾ കുഞ്ഞാവയല്ലേ നീ പിന്നാലെ അന്വേഷിച്ച് നടക്കാൻ? ഞാൻ വരാൻ ഇത്തിരി വൈകിയിരുന്നേൽ ഒരു കുഞ്ഞാവ ഉണ്ടായേനെ. അതും പറഞ്ഞ് മറിയാമ്മ സിദ്ധുവിൻ്റെ കൈതട്ടി മാറ്റി ഇറങ്ങി ഓടി. മറിയാമ്മയുടെ പിന്നാലെ പോകാൻ നിന്ന സിദ്ധു ഗോപുവിനെ പിടിച്ചു നിർത്തി. എന്തായാലും തുടങ്ങി, ഇനി അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി. സിദ്ധു ഗോപുവിൻ്റെ ചുണ്ടുകളെ പതിയെ നുണഞ്ഞു. 2 പേരും ആ ചുംബനത്തിൽ ലയിച്ചു. ശ്വാസം വില്ലനായപ്പോൾ ഗോപു സിദ്ധുവിനെ തട്ടി മാറ്റി. സിദ്ധു അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സിദ്ധു ചെല്ലുമ്പോൾ മറിയാമ്മ ദേവയുമായി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിരിക്കുകയാണ്. സിദ്ധുവിനെ കണ്ടതും മറിയാമ്മ അവനെ നോക്കി ചുണ്ടുകൊട്ടി. സിദ്ധു മറിയാമ്മയുടെ തലയിൽ ഒന്ന് കൊട്ടിയിട്ട് മഹിയുടെ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നാലെ വന്ന് ഗോപുവിനെ നോക്കിയ ദേവ ആക്കി ചിരി ചിരിച്ചു. എന്താണ് എൻ്റെ നാത്തൂൻ്റെ മുഖത്തൊരു ചുവപ്പ്? ഗോപു മറിയാമ്മയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കയ്യിൽ അമർത്തി പിച്ചി. ഡി, നീ എന്തിനാ എന്നെ പിച്ചെന്നേ? ദേവയല്ലേ നിന്നോട് ചോദിച്ചത്? ദേവ ഗോപുവിനും മറിയാമ്മയ്ക്കും ഓരോ അടി വെച്ചു കൊടുത്തു. നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ? സിദ്ധു മഹിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ മഹി ബുക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാ? ഫീലിംഗ് ബെറ്റർ സിദ്ധു. അച്ഛനും അമ്മയും ഇവിടേക്ക് വരുന്ന കാര്യം പറയുന്ന കേട്ടു. ഞാൻ വിളിച്ചിരുന്നു വിവാഹത്തിൻ്റെ ഡേറ്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. നമുക്കിനി അത് വൈകിക്കേണ്ട. എന്നാൽ ശരി, അച്ഛൻ റെസ്റ്റ് എടുത്തോ, ഞാൻ ഇറങ്ങട്ടെ. സിദ്ധു യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്താണ് രുദ്രൻ വന്നത്. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനൊന്ന് അച്ഛനെ കാണാൻ വന്നതാ രുദ്ര. അച്ഛനെ കാണാനോ അതോ എൻ്റെ പെങ്ങളെ കാണാനോ? രുദ്രൻ തനി പോലീസായി. എൻ്റെ പെങ്ങളോട് ഭക്ഷണത്തളം കാണിക്കാൻ വന്നാൽ ഞാൻ നിൻ്റെ പുറം പൊളിക്കും. ഒന്ന് പോടാ, അത് പണ്ട്. ഇപ്പോൾ അവൾ എൻ്റേതാ. അതിനുള്ള പെർമിഷൻ 2 വീട്ടുകാരും കൂടി തന്നു. ഇനി നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നീ നിൻ്റെ ഭാര്യയെ പേടിപ്പിച്ചാൽ മതി. അതും പറഞ്ഞ് സിദ്ധു കാറിനടുത്തേക്ക് ഓടി. രുദ്രൻ സിദ്ധുവിൻ്റെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. രുദ്രനെ കണ്ട ഉടനെ ദേവ അടുത്തേക്ക് വന്നു. ദേവേട്ടൻ ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം. രുദ്രൻ ഫ്രഷായി വരുമ്പോൾ ദേവ ചായയുമായി എത്തി. ദേവ രുദ്രനെ തന്നെ നോക്കി നിന്നു. വിരിഞ്ഞ മാറിലെ രോമക്കാട്ടിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കണ്ണിലുടക്കി. രുദ്രൻ ദേവയ്ക്കടുത്തേക്ക് വന്നതൊന്നും ദേവ അറിഞ്ഞില്ല. രുദ്രൻ പതിയെ അവളുടെ കണ്ണുകളിൽ ഊതി. ദേവ ഞെട്ടി കണ്ണു ചിമ്മി. എന്താണ് എൻ്റെ ഭാര്യ ഇങ്ങനെ നോക്കുന്നത്? രുദ്രൻ ചായ വാങ്ങി ടേബിളിൽ വെച്ച് ദേവയെ നെഞ്ചിൽ ചേർത്ത് നിർത്തി ചോദിച്ചു. ഡീ പെണ്ണെ,
നിന്റെ സ്വന്തം പ്രോപ്പർട്ടി ഇങ്ങനെ ആരെങ്കിലും നോക്കുമോ? ദേവ കപട ഗൗരവത്തിൽ രുദ്രൻ്റെ കൈ തോളിൽ നിന്ന് മാറ്റി. അപ്പോഴേക്കും മുഖം വീർപ്പിക്കേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. രുദ്രൻ ദേവയുടെ തോളിലെ മറികിൽ ചുണ്ട് ചേർത്തു. ദേവ പൊള്ളിപ്പിടഞ്ഞു. രുദ്രൻ്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് ഊർന്നത് ദേവ രുദ്രനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. രുദ്രൻ അച്ഛൻ്റെ അടുത്തായി. രുദ്രൻ്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് ഊർന്നിറങ്ങിയതും ദേവരുദ്രനെ തള്ളി മാറ്റി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരിക്കുമ്പോൾ രുദ്രൻ അച്ഛൻ്റെ അടുത്തായി കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു. ദേവ മാലുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. എബിയും മറിയയും ഗോപിയും അടുത്തിരിപ്പുണ്ട്. രുദ്ര, നീ ഒരു പാട്ട് പാട്. അച്ഛനെ നിൻ്റെ പാട്ട് കേൾക്കാനൊരാഗ്രഹം. പാട് ദേവ. മാലു മഹിയുടെ സൈഡ് പിടിച്ചു. ഗോപു മറിയാമ്മയെ നോക്കി കണ്ണും കൈയും ഒക്കെ കാണിക്കുന്നുണ്ട്. മറിയാമ്മയാണെങ്കിൽ കിളി പോയി ഇരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാവാതെ ഒടുവിൽ ഗോപു തന്നെ പറഞ്ഞു, ദേവയും ഏട്ടനും ചേർന്ന് പാടട്ടെ അച്ഛാ. അത് ശരിയാ, രണ്ടാളും കൂടി പാടൂ. ദേവ എഴുന്നേറ്റ് പതിയെ ഹാളിലെ കൈവരിയിൽ ചാരി നിന്നു. കഴിഞ്ഞതും നിർത്താതെയുള്ള കരഘോഷം കേട്ട് ദേവ രുദ്രൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുകയായിരുന്നു. രുദ്രൻ്റെ കൈകൾ ദേവയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും പെട്ടെന്ന് വിട്ടകന്നു മാറി. മഹി രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ച് ഇരുവരെയും തൻ്റെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചു. നെറുകയിൽ ചുംബിച്ചു. അച്ഛൻ്റെ മക്കൾ എന്നും ഇതുപോലെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കണം. രാത്രിയിൽ കിടന്നിട്ട് രുദ്രന് ഉറക്കം വരുന്നില്ല. ഏറെ നേരം ആലോചനയോട് കിടന്നു. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ നോക്കി പതിയെ ഉണർത്താതെ അവളെ നീക്കി കിടത്തി. ബെഡിൽ നിന്നും എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അച്ഛനോട് എന്തൊക്കെയോ ചോദിക്കാൻ മനസ്സ് വെമ്പുന്നു. പക്ഷേ അതെന്തിനെക്കുറിച്ചാണ് എന്നൊരു നിശ്ചയമില്ല. അച്ഛനോട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ തനിക്കുള്ളൂ. രുദ്രൻ ആലോചനയിൽ മുഴുകി. ഇതേ സമയം തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ കഴിയാതെ വീർപ്പുമുട്ടുകയാണ് മഹി. ഇല്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. മഹി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ വന്നതും ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നു. പുറത്തെ സിറ്റൗട്ടിൽ തൂണും ചാരി നിൽക്കുന്നു രുദ്രൻ. നീ ഉറങ്ങിയില്ലേ രുദ്ര? അച്ഛൻ്റെ ചോദ്യം കേട്ട് രുദ്രൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അച്ഛൻ കിടന്നില്ലേ? കിടന്നതായിരുന്നു, ഉറക്കം വരുന്നില്ല. അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്താ പെട്ടെന്ന് അങ്ങനെ? മഹി ഒന്ന് പരിങ്ങി. എനിക്ക് തോന്നി അച്ഛൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. മഹി രുദ്രൻ്റെ തോളിൽ ചേർത്ത് പിടിച്ച് നടന്നു. ഗാർഡനിലെ ബെഞ്ചിൽ പോയിരുന്നു. അച്ഛാ, അന്ന് ആ ആക്സിഡൻറ്റ് എങ്ങനെ ഉണ്ടായതാ? ഞാൻ നിന്നോടെല്ലാം പറയാൻ മോനെ. മഹിയുടെ ചിന്ത ആക്സിഡൻറ്റ് നടന്ന ദിവസത്തിലേക്ക് സഞ്ചരിച്ചു. ഹലോ മഹിയേട്ടാ, എവിടെ എത്തി? ഞാൻ കോട്ടയം ഭാഗത്തേക്ക് എത്താറായി മാലു. ശരി മഹിയേട്ടാ, എന്നാൽ ഞാൻ വെക്കുക. മാലുവോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും അടുത്ത കോൾ കയറി വന്നു. അൺനോൺ നമ്പറിൽ നിന്നായിരുന്നു കോൾ. ഹലോ മഹേന്ദ്രനാഥ് വർമ്മ. യെസ്, വർമ്മയാണ് സംസാരിക്കുന്നത്. ആരാണ്? നമുക്ക് പരസ്പരം പരിചയം പുതുക്കാൻ സമയമേറെയുണ്ട്. പണ്ട് നീയായിരുന്നു എൻ്റെ ശത്രു. ഇപ്പോൾ എൻ്റെ വഴിയിൽ തടസ്സം നിൻ്റെ മകനാണ്, രുദ്രദേവ പ്രതാപവർമ്മ. അച്ഛനും മോനും ചേർന്ന് എനിക്ക് ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ പെട്ടെന്ന് എങ്ങനെ മറക്കുന്നത്? അതുകൊണ്ട് അവൻ്റെ നെഞ്ചത്തേക്കുള്ള ആദ്യ അടി നിന്നിലൂടെ ഞാൻ നടപ്പിലാക്കും. അവനെ ഞാൻ കരയിക്കും. ദി ഗ്രേറ്റ് രുദ്രദേവ പ്രതാപവർമ്മയെ. നീ ആരാണെന്ന് പറയടാ ബാസ്റ്റർ. പിന്നെ എൻ്റെ മോനെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നീ മതിയാവില്ല. കൊള്ളാം മഹേന്ദ്ര. മരിക്കാൻ പോകുമ്പോഴും നിൻ്റെ ആത്മവിശ്വാസം. ആദ്യം നീ ഞാൻ ആരാണെന്ന് മനസ്സിലാക്ക്. നീ എന്നെ ഒരിക്കലും മറക്കാൻ വഴിയില്ല. ഞാൻ വിശ്വനാഥനാണ്, നിൻ്റെ വിശ്വസ്തനായിരുന്ന വിശ്വനാഥൻ. മഹി ഒന്ന് ഞെട്ടി കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീണു. ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടും മുമ്പേ മുന്നിൽ വന്ന ടാങ്കർ ലോറി ശക്തമായി ഇന്നോവയെ ഇടിച്ച് തെറിയിപ്പിച്ചു. ഒരു ഞെട്ടലിൽ മഹി തറഞ്ഞു നിന്നു. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. പറയാൻ വന്നത് പറഞ്ഞു നിർത്തി. അച്ഛാ. അപ്പോൾ വിളിച്ച ആൾ വിശ്വനാഥൻ. അച്ഛൻ അയാളെ അറിയാമോ? മഹി ഒരു നിമിഷം രുദ്രനെ നോക്കി. അച്ഛൻ, ഞാൻ അന്വേഷിക്കുന്ന മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. അന്ന് മാളിൽ വെച്ച് ദേവയ്ക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ഇവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്ക് അച്ഛനെ എങ്ങനെയാണ് പരിചയം? രുദ്രൻ തല കുടഞ്ഞു.